പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ക്യൂട്ടായിട്ടുള്ള ബേബി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ വേണ്ടി 1/4 മീറ്റർ പ്രിന്റഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ ഫാബ്രിക് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. 1/2 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 1/2 മീറ്റർ സാറ്റിൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ക്ലോത്ത് 2ആയി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അതൊരു ലൈൻ വരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ടോട്ടൽ ഷോൾഡർ 9 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും ഞാൻ 4.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ്. അതിൻ്റെ ഒരു 4/1 ഭാഗം 5.5 വരും. അത് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 7 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ച് ഞാൻ മുകളിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇതുപോലെ വരച്ചു. ഇനി നമുക്കതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കാം. വേസ്റ്റ് റൗണ്ടും 22 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 5.5 മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളത് ഇതുപോലെ യോജിപ്പിച്ച് വരക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും കൂടി. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് വരക്കാം. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്കിലും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാത്തത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2ആയി തുണി മടക്കിയിട്ടിട്ട് ആദ്യം സിബ് വെക്കാൻ വേണ്ടി 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ലൈനിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് ബാക്കി ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ഇവിടെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് ആ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സാറ്റിൻ ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കേർട്ടിന് 11 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 12.5 മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് നമുക്ക് അതൊരു ലൈൻ വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം. സാറ്റിൻ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ കോട്ടൺ ലൈനിങ്ങും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ഫാബ്രിക് കട്ട് ചെയ്യാം. അപ്പം നെറ്റിൻ്റെ ഫാബ്രിക് ഞാൻ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ ഒരു 4ആയിട്ട് മടക്കി ഇടുന്നുണ്ട്. അതിനുശേഷം നെറ്റിൻ്റെ 2 ലെയർ നമ്മൾ സ്കേർട്ട് പാർട്ടിൽ കൊടുക്കുന്നുണ്ട്. അപ്പം സാറ്റിനും കോട്ടണും എടുത്ത അതേ അളവിൽ 12.5 ഇഞ്ചിൽ ഞാൻ നെറ്റിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു സെറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും സെയിം അളവിലാണ്. അതും മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഈ ചെറിയ പീസിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. ഒരേ അളവിലുള്ള പ്ലീറ്റ്സ് വേണം ഇടാൻ. ആ പീസ് ഫുള്ള് ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ ഒരു ക്ലോത്ത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. ലെങ്ത്ത് നമ്മൾ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അതാക്കി വെക്കാം. ആ സ്റ്റിച്ച് താഴെ വരുന്ന രീതിയിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് ടോപ്പിൻ്റെ നടുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സെൻറ്ററിലേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഇപ്പം ചെയ്തു വെച്ച ഫ്രിൽസ് ഉണ്ടല്ലോ, അത് നെറ്റിൻ്റെ ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും അതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡും. ഇനി നമ്മൾ ആ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് ജസ്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ആ നേരത്തെ ഇട്ട സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലും ഈ ലേസ് 2 ലെയറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസും മറ്റേ ഫ്രിൽസൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ മേലെ ആ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മൾ റെഡിയാക്കി വെച്ച പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ച ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടാത്ത ബാക്കി പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. താഴത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുവഴി നമുക്കിത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ നെക്കും സ്ലീവൊക്കെ നല്ല ഫിനിഷ് വരും. അതേപോലെ ബാക്ക് പീസും ഇതുപോലെ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കണ്ടല്ലോ, അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ട് ബാക്കി വേണ്ടാത്ത പീസസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്തിട്ടാണ് വെക്കേണ്ടത്, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ തിരിച്ചിടാം. അപ്പോൾ അത് തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിന് സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇത് ഞാൻ നോർമൽ സിബാണ് വെക്കുന്നത്. അത് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിപ്പർ ഫൂട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി 2 സൈഡും. അപ്പോൾ ഇതാ ഞാൻ സിബ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ മടക്കി വെച്ചിട്ട് കഴിയുമ്പം വരുന്ന ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതാ ഈ നെക്കിൻ്റെ അവിടെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലും കെട്ടാനുള്ള ആ ഒരു സ്ട്രാപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ 24 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് ക്ലോത്ത് എടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ എത്തുമ്പം ഇതുപോലെ ഒന്ന് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതുപോലെ ലൂപ്പ് ടേണർ വെച്ചിട്ടൊന്ന് തിരിച്ചിടാം. നിങ്ങളടുത്ത് അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ച് തിരിച്ചിട്ടെടുത്താൽ മതി. ഈ ലൂപ്പ് ടേണർ ഭയങ്കര യൂസ്ഫുള്ളാണ്. പറ്റുന്നവർ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അത്.
ഇനി ഇതാ ഇതുപോലെ 2 സ്ട്രാപ്പ് ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഈ ടോപ്പ് പാർട്ടിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് ആയിരുന്നു കൊടുത്തത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് ഞാൻ ലൂസിന് വേണ്ടി മാറ്റിയിട്ട് 1 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നത് അധികം ടൈറ്റായി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതാ 2 സൈഡിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഈ സ്ട്രാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ 2 സൈഡിലും ഒന്ന് പിൻ ചെയ്തെടുക്കാം. മറ്റേ സ്ട്രാപ്പ് ഇപ്പുറത്തെ സൈഡിലും പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ലൈൻ വരച്ചില്ലേ അതിൽ കൂടി നമുക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2ൻ്റെയും താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ചുരുക്കിടാൻ വേണ്ടി നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഇതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നൂലിൻ്റെ താഴത്തെ ഭാഗത്തെ നൂല് പതുക്കെ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കിടാൻ പറ്റും. ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് നമുക്ക് ഈ ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ താഴത്തെ നൂല് പതുക്കെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ചുരുക്ക് ഇട്ടെടുക്കാൻ പറ്റും. 2 പീസ് നെറ്റ് ഫാബ്രിക്കിൽ ഞാൻ അതുപോലെ ഈ ചുരുക്കിട്ടെടുത്തു. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സാറ്റിൻ പീസിലും താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു. അതിനുശേഷം അതിലും ഇതേപോലെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടോപ്പിൻ്റെ താഴത്തെ വേസ്റ്റ് ലൈൻ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ 22 ഇഞ്ചസ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ച ഫ്രിൽസും അതേപോലെ 22 ഇഞ്ചസ് തന്നെ വരുന്ന രീതിയിൽ ഈ ചുരുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ 2 സൈഡിലും ജോയിൻ ചെയ്യാൻ കുറച്ച് സ്പേസ് വിടണം എല്ലാത്തിലും. അതിപ്പോൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ 2 ഭാഗവും കൂടി നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ നെറ്റിൻ്റെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ലെയർ റെഡിയായി. ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. കോട്ടൺ ലൈനിങ്ങിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. കോട്ടൺ ആകുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ പീസും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെയും താഴത്തെ ഭാഗം മടക്കി അടിക്കണം. ഇതിൻ്റെ അളവും നമുക്ക് ടോപ്പിൻ്റെ വേസ്റ്റ് അളവുമായിട്ട് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഈ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 4 ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ലെയറും നമ്മൾ ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ഈ കോട്ടൺ ലൈനിങ് നമ്മൾ ഈ സാറ്റിൻ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ആ വേസ്റ്റിൻ്റെ ഭാഗം 2ഉം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആ നെറ്റ് പീസിൻ്റെ 2ഉം ഒരുമിച്ച് വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് 4 ഒരുമിച്ച് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ 2 ലെയർ ഒരുമിച്ച് വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. നെറ്റിൻ്റെ 2 ലെയറും കൂടി ഇതാ ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിപ്പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ കോട്ടൺ ലൈനിങ്ങും സാറ്റിൻ ലൈനിങ്ങും ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ നെറ്റിൻ്റെ ലെയറിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പം റെഡിയാക്കി വെച്ച കോട്ടനും സാറ്റിനും കൂടിയുള്ള ലെയർ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് അതും കൂടി നമ്മളിപ്പം ചെയ്ത അതേപോലെ ആ വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതും കൂടി ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടോപ്പ് പാർട്ടുമായിട്ട് യോജിപ്പിക്കണം. അതിന് ഇതുപോലെ വെക്കുക. അതിന് ശേഷം ഈ ഭാഗം നേരെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 2ൻ്റെയും വേസ്റ്റ് ഒരേപോലെ വരില്ലേ, അവിടെ വെച്ചിട്ട് അത് റൗണ്ടിൽ ജോയിൻ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റാക്കി എടുത്തതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ആ ഭാഗത്തും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോഴേക്കും നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.